വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. കാരണം അർഹരായ ആളുകളുടെ കൈകളിലേക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ 1458 സർക്കാർ ജീവനക്കാർ അതിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഈ നടപടി ഉണ്ടാകണം. ഈ പണം തിരിച്ചു പിടിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഇവർ ആരൊക്കെയാണ് അവരുടെ ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിലേക്ക് വരികയാണ്. പ്രശാന്ത്, അങ്ങനെ ഗൗരവത്തോടെ നോക്കുമ്പോൾ ഈ മോണിറ്ററിംഗ് ഇപ്പോൾ ധനവകുപ്പ് നടത്തിയിരിക്കുന്നു. ഇത് ഈ 1458 ആളുകൾ എത്ര നാളായിട്ട് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്, അതിന്റെ തുക എത്രത്തോളം വരും, ഈ തുകയൊക്കെ തന്നെ എത്രയോ പാവങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട പണമാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. ആ തുക എത്രത്തോളമാണ്? മാത്രമല്ല, നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഇവരിൽ തുക മാത്രം പിടിച്ചെടുക്കുകയല്ല വേണ്ടത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരാണ്, നൽകിയിരിക്കുന്ന സന്ദേശം തെറ്റാണ്, അവർ തന്നെ അറിഞ്ഞത് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യത കൂടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നടപടിയെടുക്കേണ്ട വിഷയമല്ലേ ഇത്? പ്രതീക്ഷ, തീർച്ചയായും. അതായത് ഇപ്പോൾ ധനവകുപ്പ് ചെയ്തിരിക്കുന്നത് ഇവരെ കണ്ടെത്തിയിരിക്കുന്നു. ഇവരിൽ നിന്ന് എത്ര തുകയാണ് തിരിച്ചു പിടിക്കേണ്ടതെന്നടക്കം, അതായത് ഇവർ ഇതുവരെ വാങ്ങിയ പണം ഇതിൻ്റെ പലിശ അടക്കമാണ് തിരിച്ചു പിടിക്കാൻ പോകുന്നത്. ഇതിന് പുറമെ ഇവർക്കെതിരെ അച്ചടക്ക നടപടി, അത് സർവീസ് തലത്തിലുള്ള അച്ചടക്ക നടപടി അടക്കം സ്വീകരിക്കാനുള്ള നടപടിയായി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഏതൊക്കെ വകുപ്പിലാണെന്നുള്ള കണക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഏത് കാലഘട്ടം മുതലാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തി വാങ്ങിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ധനവകുപ്പിലേക്ക് ലഭ്യമാകുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ ഇവർ സർവീസിൽ കയറുന്നതിന് മുൻപ്, അതായത് വികലാംഗ പെൻഷൻ പോലുള്ള പെൻഷനുണ്ട്, അത്തരം പെൻഷനെല്ലാം ഇവർക്ക് സർവീസിൽ കയറും മുൻപ് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ സർവീസിൽ കയറിയതിന് ശേഷം അവർ ഇത് മറച്ചുവെച്ച് സർവീസിൽ തുടരുമ്പോൾ ഈ പെൻഷൻ ഒഴിവാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുന്നില്ല. അപ്പോൾ എന്തായാലും അത് മാത്രമല്ല, കാരണം ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. വേറെ ഏതെങ്കിലും രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ? കാരണം മസ്റ്ററിംഗ് അടക്കം കൃത്യമായി ഓരോ വർഷവും നടക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അവരുടെ സ്റ്റേറ്റസ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്.